ഹലോ, നമ്മളെ ടൂറിസം പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിലെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ കിടക്കാൻ പോവാണ്. മൂന്നാമത്തെ ക്ലാസ്സാണ്, രണ്ടാമത്തെ മൊഡ്യൂളിൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത് ടൂറിസത്തിൻ്റെ ഇമ്പാക്ട്സും അത് എങ്ങനെയാണ് പോസിറ്റീവ്ലി നെഗറ്റീവ്ലി എങ്ങനെയൊക്കെയാണ് ഇമ്പാക്ട്സ് വരുന്നതെന്നാണ് ഡിസ്കസ് ചെയ്ത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പാക്റ്റ് ഓഫ് ടൂറിസം ഇൻ ഇന്ത്യ ജനറലി, അതായത് സ്പെസിഫിക്കലി നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇന്ന് നമ്മൾ ജസ്റ്റ് പറയാൻ പോകുന്നത് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഇമ്പാക്ട്സ് ഓഫ് ടൂറിസം ഇൻ ഇന്ത്യയാണ്. അപ്പോൾ ടൂറിസം എങ്ങനെയാണ് ഇന്ത്യയിൽ ഇമ്പാക്റ്റ് വന്നിട്ട് നമുക്ക് അറിയാം. ഈ ടൂറിസത്തിന് പോസിറ്റീവ് ഇമ്പാക്റ്റുകളുണ്ട്, അതുപോലെ തന്നെ എന്താണ് നെഗറ്റീവ് ഇമ്പാക്ട്സും ഉണ്ട്. അപ്പോൾ ഒന്നായിട്ട് ജനറലി കാറ്റഗറൈസ് ചെയ്യാണ്, സ്പെസിഫിക് ആയിട്ട് ഓരോ ഭാഗത്തേക്ക് പോകുന്നില്ല, ജനറൽ കാറ്റഗറൈസ് ചെയ്ത് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് പോസിറ്റീവ് ഇമ്പാക്ട്സുകൾക്കാണ്. പോസിറ്റീവ് ഇമ്പാക്ട്സിൽ ഫസ്റ്റത്തെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ജനറേറ്റിംഗ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഇത് ഡെഫിനറ്റ്ലി വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ്. ടൂറിസം കൊണ്ട് ഇന്ത്യ പോലത്തെ വലിയൊരു രാജ്യത്തെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പീപ്പിളിൻ്റെ ലോക്കൽസിൻ്റെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യനെ പോലത്തെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ്. അതിന് താഴെയുള്ള നമ്മൾ നോക്കാം. ഇന്ത്യ ഹാസ് എമേർജ്ഡ് ആസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, പോവർട്ടി എലിവിയേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. Tourism contributes 6.23% to the national GDP and 8.78% of the total employment of India. Almost 20 million people are now working in India's tourism industry. വളരെ നല്ലൊരു കാര്യമാണ്. ഓൾമോസ്റ്റ് 20 മില്യൺ പീപ്പിൾ, 20 ലക്ഷം ആൾക്കാർ ഇന്ത്യയിലെ ടൂറിസം ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ്. നാഷണൽ GDPയിൽ ടൂറിസം ഒരു ഹൈ പെർസെൻറ്റേജ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ ആൾക്കാരെ ഇൻകം ജനറേറ്റ് ചെയ്യും. ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ലൈഫ് സ്റ്റാൻഡേർഡ് ഇമ്പ്രൂവ് ആവും. അങ്ങനെ ഒരുപാട് ഡെവലപ്മെൻറ്റ്, ഒരുപാട് പോസിറ്റീവ് സൈഡ്സ് ഇതിനുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് സോഴ്സ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഏണിംഗ്. രണ്ടാമത്തെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് സോഴ്സ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഏണിങ്സ്. ദിസ് ഹാസ് എ ഫേവറബിൾ ഇമ്പാക്റ്റ് ഓൺ ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ദി കൺട്രി. നമ്മൾ ഏതെങ്കിലും രാജ്യത്തു നിന്ന് കടം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ട് വിദേശ നാണ്യങ്ങളിലായിരിക്കും. ആ എമൗണ്ട് നമുക്കിങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടാം. ദ ടൂറിസം ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ഈസ് ജനറേറ്റഡ് അബൌട്ട് $100 പറയുന്നത്. 100 ബില്യൺ ഇൻ 2008 ഇന്ത്യയിൽ 100 ബില്യൺ, മില്യൺ അല്ല ബില്യൺ ഡോളർ 2008 ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദാറ്റ് എക്സ്പെക്റ്റഡ് ടു ഇൻക്രീസ് ടു $275.5 ബില്യൺ ബൈ 2018. 2018 ആകുമ്പോഴേക്കും 2008 വരെ നമ്മൾ ഇന്ത്യയിൽ ടൂറിസം കൊണ്ട് 100 ബില്യൺ ഡോളർ ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. 2018 ആകുമ്പോഴത്തേക്കും $275.5 ബില്യൺ ജനറേറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞത്. അത് എന്താണെന്നുണ്ടെങ്കിൽ 9.4% ഓഫ് ആനുവൽ ഗ്രോത്ത് റേറ്റ്, വളരെ ഹൈ ആയിട്ടുള്ള ഒരു റേറ്റാണ് വരുന്നത്. അതായത് വിദേശികൾ നമ്മളെ രാജ്യത്തേക്ക് വരുന്ന സമയത്ത് അവരിവിടെ സ്പെൻഡ് ചെയ്യുന്ന ഇൻകം, അവരവിടെ സ്പെൻഡ് ചെയ്യുന്ന അവരെ എക്സ്പെൻസസ് നമ്മളെ നാട്ടിനെ സംബന്ധിച്ച് അത് വലിയൊരു ഇൻകമാണ്. അത് നമ്മളെ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഇവിടുത്തെ GDPക്കും അതേപോലെ ടൂറിസം ഇൻഡസ്ട്രിക്കും വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് അത് കാണുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് പ്രിസർവേഷൻ ഓഫ് നാഷണൽ ഹെറിറ്റേജ് ആൻഡ് എൻവയോൺമെൻറ്റ്. ടൂറിസം ഹെൽപ്സ് ടു പ്രിസർവ് സെവറൽ പ്ലേസസ് വിച്ച് ആർ ഓഫ് ഹിസ്റ്റോറിക്കൽ ഇമ്പാക്റ്റ് ബൈ ഡിക്ലെയറിംഗ് ദം ആസ് ഹെറിറ്റേജ് സൈറ്റ്സ്. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ പുരാതനമായിട്ടുള്ള പഴയ കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാരെ ഓർമ്മകളൊക്കെ ആയിട്ട് ഒരുപാട് പഴയ ഓർമ്മകളായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ പ്രകൃതി എല്ലാം ഉണ്ടാവും. ഇത് ടൂറിസത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടൂറിസത്തെ ഡെവലപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലേസസ് പ്രിസർവ് ആക്കി വെക്കും, സംരക്ഷിച്ച് വെക്കും.
അത് നമ്മൾ ടൂറിസത്തെ സംബന്ധിച്ച് വലിയൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ്. നമ്മൾ ആ പഴമയുള്ള കാര്യങ്ങളും പഴയ ചരിത്രങ്ങളും ഹിസ്റ്റോറിക് പ്ലേസും കൊട്ടാരങ്ങളും കാര്യങ്ങളൊക്കെ അതുപോലെ നിലനിർത്താൻ കഴിഞ്ഞാൽ വരുന്ന തലമുറക്കും അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ അതൊരിക്കലും എന്താ പറയുക, നശിച്ചു പോവില്ല. അതങ്ങനെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. അത് നമ്മളെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഡെവലപ്പിംഗ് ഇൻഫ്രാസ്ട്രക്ചർ. ഓട്ടോമാറ്റിക്കലി നല്ലൊരു ടൂറിസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി വേണം, അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വേണം, നല്ല ഹോട്ടൽസ് വേണം, അതേമാതിരി വെറൈറ്റി ഫുഡ് വേണം, അവർക്ക് വേണ്ട അമ്യൂണിറ്റീസ് വേണം, എൻ്റർടൈൻമെൻറ്റ് വേണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ടൂറിസ്റ്റുകൾക്ക് നമ്മൾ ഒരുക്കി കൊടുക്കുന്ന സമയത്ത്, നമ്മൾ ഹോസ്റ്റ് കൺട്രിയാണ്, നമ്മൾ ഒരുക്കി കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ആവും. Tourism tends to encourage the development of multi-uses infrastructure that benefits of host community, include the various means of transports, health care facilities and sports center, in addition to the hotels and high-end restaurants that cater into foreign visitors. വളരെ നല്ല കാര്യമാണെന്ത് നമ്മളെ നാട്ടിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി, ഹോസ്പിറ്റൽ ഫെസിലിറ്റി, അതെല്ലാം ഇമ്പ്രൂവ് ആവും. ഇത് നമ്മൾ ഇവിടുത്തെ ഹോസ്റ്റ് കൺട്രിയിലുള്ള ഹോസ്റ്റ് കമ്മ്യൂണിറ്റിക്കും ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത ഇമ്പാക്റ്റാണ് പ്രൊമോട്ടിംഗ് പീസ് ആൻഡ് സ്റ്റെബിലിറ്റി. സമാധാനവും എന്നെന്നും നിലനിൽക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ടൂറിസം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ ടൂറിസം ഇൻഡസ്ട്രി ക്യാൻ ഓൾസോ ഹെൽപ്പ് ടു പ്രൊമോട്ട് ദ പീസ് ആൻഡ് സ്റ്റെബിലിറ്റി ഇൻ ദ ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ ബൈ പ്രൊവൈഡിംഗ് ജോബ്സ്, ജനറേറ്റിംഗ് ഇൻകം, ഡൈവേഴ്സിഫൈയിങ് ദ എക്കണോമി, protecting the environment and promoting the cross cultural awareness. ഈ പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ടൂറിസം ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളത് കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് പ്രൊവൈഡിങ് ജോബ്സ് ഉണ്ടെങ്കിൽ അവിടെ സമാധാനം ഉണ്ടാവും. ഇൻകം ഉണ്ടെങ്കിൽ, ഇൻകം ഇല്ലാത്ത പ്രശ്നമാണ് എന്ത് ചെയ്യുക, നമുക്ക് സമാധാനങ്ങളൊക്കെ നഷ്ടപ്പെടുക, എങ്ങനെയെങ്കിലും വരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുക. നല്ല രീതിയിൽ ജോബും അതിനനുസരിച്ചുള്ള വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ സമാധാനം ഓട്ടോമാറ്റിക് വരും. അത് സ്റ്റെബിളായിട്ട് നമ്മൾ നിൽക്കാൻ നോക്കും. അപ്പോൾ ഇന്ത്യ പോലത്തെ രാജ്യത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഡെവലപ്പിംഗ് കൺട്രി ആയിട്ടുള്ള ഇന്ത്യയിൽ ജോബ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ അവർക്ക് ഇൻകം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. ഡൈവേഴ്സിഫൈങ് ദ എക്കോണമി, നമ്മളെ എക്കോണമീനെ തന്നെ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പ്രൊട്ടക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ്, പ്രകൃതിയെ സംരക്ഷിക്കുന്നുണ്ട്. ആൻഡ് പ്രൊമോട്ടിംഗ് ക്രോസ് കൾച്ചറൽ അവെയർനെസ്, മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അവരെ കൾച്ചറും നമ്മളെ രാജ്യത്ത് നിന്ന് വരുന്ന നല്ല നല്ല കൾച്ചർ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് കൊടുക്കും. നമ്മൾ അവരെ കൾച്ചറിന്, അതായത് ടൂറിസ്റ്റിൻ്റെ കൾച്ചർ, നല്ല നല്ല പോയിൻറ്റ്സ്, നല്ല നല്ല കൾച്ചർ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയും അതുപോലെ നമ്മളെ നല്ല കൾച്ചേഴ്സ്, നമ്മളെ നല്ല ഹാബിറ്റ്സ്, നമ്മളെ സ്വഭാവങ്ങൾ, നമ്മളെ ശീലങ്ങൾ, നമ്മളെ കലകൾ, കാര്യങ്ങളൊക്കെ അവർക്കും കൂടി എക്സ്ചേഞ്ച് ചെയ്യും. ഇതുകൊണ്ട് രണ്ട് പേർക്കും ഒരുപോലെ ബെനിഫിറ്റാണ്. ഈ പറഞ്ഞതെല്ലാം നമ്മൾ പോസിറ്റീവ് സൈഡ്സ് മാത്രമാണ്, പോസിറ്റീവ് രീതിയിൽ മാത്രമാണ്. ഇതേ സെയിം സംഭവങ്ങൾ നമുക്ക് നെഗറ്റീവായിട്ടും ഇമ്പാക്റ്റ് ചെയ്യപ്പെടാം. അതെന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നത്. അതായത് ടൂറിസം ഇൻ ഇന്ത്യ, ഇറ്റ്സ് നെഗറ്റീവ് ഇമ്പാക്ട്സ്. ടൂറിസം ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓരോ ഏരിയ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല. നമ്മൾ ജനറലി ഒരു ജസ്റ്റ് ചില പോയിൻറ്റ്സ് മാത്രം ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. അതിൽ ഒന്നാമത്തെ നെഗറ്റീവ് പോയിൻ്റാണ് അൺഡിസൈറബിൾ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ചേഞ്ച്. ടൂറിസം സിസ്റ്റം ലീഡ്സ് ടു ഡിസ്ട്രക്ഷൻ ഓഫ് ദി സോഷ്യൽ ഫാബ്രിക്സ് ആൻഡ് കമ്മ്യൂണിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്, വിദേശികളിൽ നിന്ന് നല്ല കൾച്ചർ നമ്മൾ സ്വീകരിക്കുക, അതുപോലെ നമ്മൾ നല്ല കൾച്ചർ അവർക്ക് കൊടുക്കുക. പക്ഷേ ചില സ്ഥലങ്ങളിൽ ടൂറിസ്റ്റുകൾ അവരെന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വരുന്നത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരെ എന്തൊക്കെ ചീത്ത സ്വഭാവങ്ങളുണ്ടോ അത് കംപ്ലീറ്റ് പുറത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് എ ഗുഡ് എക്സാമ്പിൾ ഇൻ ഗോവ. ഫ്രം ദി ലേറ്റ് ഓഫ് 60s, 1960 അവസാനത്തിൽ ടു ദ ഏർലി ഓഫ് 80s സമയത്ത്, വെൻ ദ ഹിപ്പി കൾച്ചർ വാസ് അറ്റ് ദ ഹൈറ്റ്. ഹിപ്പികളായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. ഹിപ്പികൾ എന്ന് പറഞ്ഞാൽ കാണാൻ മനസ്സിലാവും, ഒരു കുറേ മുടിയൊക്കെ വളർത്തിയിട്ടുള്ള ടീംസ്. ഗോവ വാസ് ദ ഹെവൻ ഫോർ സച്ച് ഹിപ്പീസ്. ഗോവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സത്യത്തിൽ എന്താണ്, ഒരു സ്വർഗത്തെ പോലെയായിരുന്നു. Here they came in thousands and changed the whole culture of the states. അവർ ഹിപ്പികൾ ഒന്നായിട്ട് വന്നിട്ട് നമ്മളെ ഗോവയിൽ ആയിരക്കണക്കിന് ആൾക്കാർ വന്നിട്ട് അവരെ കൾച്ചർ ഇവിടെ, അവരെ ഏറ്റവും മോശമായിട്ടുള്ള കൾച്ചർ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ചേഞ്ച് ദ ഓൾ അവിടെ ഗോവയിലുണ്ടായിരുന്ന കൾച്ചർ എന്തായി,
അതോടുകൂടി മാറി. റൈസ് ദ യൂസ് ഓഫ് ഡ്രഗ്സ്, അവർ മെയിനായിട്ട് വരുന്നത് തന്നെ ഡ്രഗ്സ് ഉപയോഗിക്കാൻ, അതുപോലെ പ്രോസ്റ്റിറ്റ്യൂഷൻ, വ്യഭിചാരത്തിന്, ആൻഡ് ഹ്യൂമൻ ട്രാഫിക്സ്. ദിസ് ഹാഡ് എ റിപ്പിൾ എഫക്ട്സ് ഇൻ ദ കൺട്രി. ഇത് വളരെ മോശമായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മളെ എല്ലാ കെട്ട സ്വഭാവങ്ങളും കൊണ്ടുപോയിട്ട് ഒരു ടൂറിസം ഡെസ്റ്റിനേഷനിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതും 1-2 ആൾക്കാരല്ലേ വരുന്നത്, ആയിരക്കണക്കിന് ആൾക്കാർ വന്നിട്ട് അവർ ഈ ഒരു കൾച്ചർ മൊത്തത്തിൽ അവിടെ എന്ത് ചെയ്തു, നശിപ്പിച്ചു. ഇത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ടൂറിസം കൺട്രീനെ സംബന്ധിച്ച്. നെക്സ്റ്റ് വരുന്ന രണ്ടാമത്തെ, സോറി കേട്ടോ, സ്ലൈഡ് മാറ്റാൻ മറന്നുപോയി, സ്ലൈഡുകൾ ജസ്റ്റ് വായിച്ചാൽ മതി. രണ്ടാമത്തെ നെഗറ്റീവ് ഇമ്പാക്ട്സ് ആണ് ഇൻക്രീസ് ടെൻഷൻ ആൻഡ് ഹോസ്റ്റിലിറ്റി. ടൂറിസം ക്യാൻ ഇൻക്രീസ് ടെൻഷൻ, ഹോസ്റ്റിലിറ്റി ആൻഡ് suspicion between the tourist and the local community. When there is no respect and understanding of each other's culture and the way of life, this may further leads to violence and other crimes committed against the tourist. സ്വാഭാവികമാണ്. ടൂറിസ്റ്റുകളുടെ കൾച്ചറും നമ്മളെ കൾച്ചറും തമ്മിൽ, ഹോസ്റ്റ് കമ്മ്യൂണിറ്റിൻ്റെ കൾച്ചറും ടൂറിസം കമ്മ്യൂണിറ്റിൻ്റെ കൾച്ചറും തമ്മിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ, അവരുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ, നമ്മൾ തമ്മിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അത് വയലൻസിന് ഒരു കാരണമാവും. അതുപോലെ ഒരുപാട് ക്രൈംസൊക്കെ അതുപോലെ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പല ടൂറിസ്റ്റുകളും ഇപ്പോൾ അടുത്ത് നമ്മളെ ഒരു വർഷം മുമ്പല്ല സംഭവിച്ചത്, ഒരു വിദേശ വനിതയെ റേപ്പ് ചെയ്തിട്ട് ഒരു ആറ്റിലോ അവിടെ ഇവിടെ കൊന്നിട്ടുള്ള സംഭവമൊക്കെ. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇങ്ങനെ വിദേശികളെ അവർക്കൊരു സെക്യൂരിറ്റി ഇവിടെ ഫീൽ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ടുള്ള വരവ് ഡിക്രീസ് ആവും. അങ്ങനെ ഡിക്രീസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൂറിസത്തെ അത് നെഗറ്റീവ്ലി അത് എഫക്റ്റ് ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യക്ക് പ്രത്യേകിച്ചൊരു കൾച്ചറുണ്ട്, അതിഥി ദൈവോ ഭവ. അതിഥികളെ നമ്മൾ ദൈവത്തെ പോലെയാണ് കാണുന്നത്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ റെഡിയാണ്. നമ്മളെപ്പോഴും പഴയ കാലം മുതലേ നമ്മളെ അതിഥികളെ സ്വീകരിക്കുന്ന കാര്യത്തിൽ വളരെ മുന്നോട്ടുള്ള രാജ്യമാണ് ഇന്ത്യ പോലത്തെ രാജ്യം. ഭാരതീയ സംസ്കാരത്തിന് അതിന് പ്രത്യേക സ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആണ് പല ടൂറിസ്റ്റുകളും നമ്മളെ കൾച്ചറും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. പക്ഷേ ചില സമയത്ത് എന്ത് സംഭവിക്കും, ഇതുപോലത്തെ സാമൂഹ്യ ദ്രോഹികളെ കൊണ്ട് നമ്മളെ നാട്ടിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് സെക്യൂരിറ്റി നഷ്ടപ്പെടും. അവരവിടെ സെക്യൂർ അല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് വരില്ല. ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്ട്രൈക്സ്, അത് വളരെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാം, ഓരോ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. മൂന്നാമത്തെ പോയിൻ്റ്, ക്രിയേറ്റ് സെൻസ് ഓഫ് ആൻറ്റിപ്പതി. Tourism brought little benefit to the local community. In the most all expenses package tours, more than 80% of travelers' fee goes to the airlines, hotels and other international companies, not to the local businessmen or workers. ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നതാണ്. ടൂറിസത്തിൽ അവർ ഒരുപാട് കാര്യങ്ങളും പൈസകളൊക്കെ ചിലവഴിക്കുന്നുണ്ട്. പക്ഷേ അതിൽ 80% ഓഫ് ദി എക്സ്പെൻസസ് പോകുന്നത് വലിയ വലിയ കുത്തക മുതലാളിമാരുടെ കമ്പനിയിലേക്കാണ്. കുത്തക മുതലാളികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ എയർലൈൻസ്, അതുപോലെ ഹോട്ടൽ ഫെസിലിറ്റീസ്, ഇൻ്റർനാഷണൽ കമ്പനികളിലേക്കാണ് അവ പോകുന്നത്. അവിടെ ആ ടൂറിസം ഏരിയയിലുള്ള ലോക്കൽ ബിസിനസ്മാന്, ലോക്കൽ വർക്കേഴ്സിന് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ത് ചെയ്യില്ല, അത് കിട്ടാതെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് വലിയ വിലക്ക് സാധനങ്ങൾ വാങ്ങിക്കും. അതേ സെയിം സാധനം പുറത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കും. അത് ലോക്കൽ ബിസിനസ്സിനെ വളരെയധികം എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. ഇതുപോലെ സെയിം സാധനങ്ങൾക്ക് ചിലപ്പോൾ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂവിലും നമ്മൾ വ്യത്യാസം കാണിക്കും. അതല്ലെങ്കിൽ സെയിം സാധനത്തിന് എന്ത് ചെയ്യണം, നമ്മൾ ഒരേ റേറ്റാണ് ചാർജ് ചെയ്യേണ്ടത്. ഇത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും. അടുത്ത നെഗറ്റീവ് ഇമ്പാക്റ്റാണ് അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് എൻവിയോൺമെൻറ്റ് ആൻഡ് എക്കോളജി. നമുക്കറിയാം, മനുഷ്യർ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എൻവിയോൺമെൻറ്റിനെ നശിപ്പിക്കും. One of the most important adverse effects of tourism on the environment is increase the pressure and the carrying capacity of the ecosystem in each tourism locality. ഒരു ടൂറിസം ഏരിയയിൽ ഒരു ടൂറിസം കപ്പാസിറ്റി ഉണ്ടാവും. അവിടെ ഇത്ര ആൾക്കാരെ ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ടാവും. അതിൽ കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ
സൗകര്യങ്ങളൊക്കെ വേസ്റ്റായി പോകും. അവിടെ അവർ വന്നു കഴിഞ്ഞാൽ, മനുഷ്യന് ഒരു സ്ഥലത്ത് വന്നാൽ തന്നെ അവൻ്റെ വേസ്റ്റ് ഒരുപാടുണ്ട്. ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങൾ അവിടെ ഇവിടെ വലിച്ചെറിഞ്ഞിട്ടും അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചതിന് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ പ്രകൃതി നശിപ്പിക്കും. ഇൻക്രീസ്ഡ് ട്രാൻസ്പോർട്ട് ആൻഡ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ലീഡ്സ് ടു ലാർജ് സ്കെയിൽ ഓഫ് ഡിഫോറസ്റ്റേഷൻ ആൻഡ് ഡിസ്റ്റെബിലൈസേഷൻ ഓഫ് ദി നാച്ചുറൽ ലാൻഡ് ഫോൾഡ്. നമ്മളെ ടൂറിസ്റ്റിനെ വരവേൽക്കാൻ അവർക്ക് ഹോട്ടൽസും ഫെസിലിറ്റിയും കാര്യം വരുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് മരങ്ങളും ഒരുപാട് കാടുകളൊക്കെ നശിപ്പിച്ചിട്ട് അവിടെയൊക്കെ നമ്മൾ റിസോർട്ടുകളും കാര്യങ്ങളും പണിതു. ശരിക്കും ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടുകൾ പണിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. നേരെ മറിച്ച് നമ്മളെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യും, പ്രകൃതിനെ വളരെയധികം നശിപ്പിക്കും. ഇത് ഒരു വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് വരുത്താൻ പോവുക. ഇനി ഒരു ജനറലായിട്ട് ഇക്കോസിസ്റ്റത്തിനും അതേ പ്രകൃതിനെയൊക്കെ സംഭവിക്കുന്ന ഒരു ജനറലായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഒന്നാണ് നോയിസ് പൊല്യൂഷൻ ഫ്രം ദി വെഹിക്കിൾസ് ആൻഡ് പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം. നോയിസ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വെഹിക്കിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കാടിലൂടെയൊക്കെ റൈഡൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ബുള്ളറ്റുകൾ 10, 20, 100 ബുള്ളറ്റൊക്കെ ഒന്നിച്ച് പോകും. അതും സാധാരണ രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാവുന്ന സൗണ്ടിന് പുറമെ അവർ എക്സ്ട്രാ സൗണ്ടൊക്കെ വെച്ചിട്ടായിരിക്കും പോവുക. ഇത് ആ കാട്ടിൽ വസിക്കുന്ന, കാടിൻ്റെ ഉള്ളിലൂടെയൊക്കെ യാത്ര, കാടിലെപ്പോഴും സൈലൻസാണ് ആവശ്യം. കാടിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ഒരു 100ഓളം ബുള്ളറ്റുകൾ ഒന്നിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ കാടിൻ്റെ ഉള്ളിൽ എന്ത് അസ്വസ്ഥത ഉണ്ടാകുന്നതാണ് അവിടുത്തെ മൃഗങ്ങൾ. അതുപോലെ വാട്ടർ പൊല്യൂഷൻ, മനുഷ്യൻ വന്നാൽ തന്നെ വാട്ടറൊക്കെ പൊല്യൂട്ടായി പോകും. പിന്നെ അതേമാതിരി നമ്മളെ വെഹിക്കിൾസ് എമിഷൻസ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വാഹനങ്ങൾ പോയിട്ട് കാർബൺ മോണോക്സൈഡും നമ്മളെ അശുദ്ധ വായുക്കളൊക്കെ പ്രകൃതിയിൽ ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു ബാലൻസ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഇതെല്ലാം ഡയറക്റ്റ്ലി എഫക്ട്സ് ഓൺ ബയോഡൈവേഴ്സിറ്റി, ആംബിയൻറ്റ് എൻവയോൺമെൻറ്റ് ആൻഡ് ജനറൽ പ്രൊഫൈൽ ഓഫ് ദി ടൂറിസം സ്പോട്ട്സ്. ഇതൊക്കെ നെഗറ്റീവായിട്ട് ടൂറിസത്തെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത് വളരെ ജനറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ സ്പെസിഫിക്കലി എങ്ങനെയൊക്കെയാണ് പോസിറ്റീവ്ലി ഇമ്പാക്റ്റ് വരുന്നത് എന്നുള്ളത്, ഇന്ത്യയിൽ എങ്ങനെയൊക്കെയാണ് ടൂറിസം കൊണ്ടുള്ള പോസിറ്റീവ് ഇമ്പാക്ട്സ് കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.